സമുദ്രത്തിലൂടെയുള്ള ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കരുത്ത് വർദ്ധിപ്പിച്ച ഇന്ത്യൻ നാവികസേന. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച INS ദുനഗിരി, INS സംശോധക്, INS അഗ്രേ എന്നീ 3 യുദ്ധക്കപ്പലുകൾ ജൂൺ 21 കമ്മീഷൻ ചെയ്യുന്നതോടെ സമുദ്രത്തിൽ ഇന്ത്യയുടെ കരുത്ത് ഇരട്ടിയാകും. കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സിൽ നിർമ്മിച്ച ഈ 3 യുദ്ധക്കപ്പലുകൾ ഒരേ സമയം ഭാഗമാകുന്നതോടെ ഇന്ത്യൻ നാവികസേനയുടെ നവീകരണത്തിൽ ഒരു പുതിയ നാഴികക്കല്ല് കൂടിയാണ് കുറിക്കപ്പെടുന്നത്. പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കപ്പലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അത്യാധുനിക സൈനിക പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യൻ കപ്പൽശാലകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. രാജ്യത്തെ ആഭ്യന്തര കപ്പൽ നിർമ്മാണ വ്യവസായത്തിന്റെ വളർച്ചയെയും ശക്തിയെയും വ്യക്തമാക്കുന്നതാണ് നാവികസേനയുടെ ഈ സുപ്രധാന ചുവടുവെപ്പ്. പ്രോജക്ട് 17A കീഴിലുള്ള 5ാമത്തെ സ്റ്റെൽത്ത് ഫ്രീഗേറ്റായ INS ദുനഗിരിയിൽ ബ്രഹ്മോസ് ഉപരിതല മിസൈലുകൾ ഉൾപ്പെടെ നൂതന ആയുധങ്ങളും സെൻസറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. നാവികസേനയുടെ പോരാട്ടശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഈ യുദ്ധക്കപ്പൽ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. INS സംശോധക് പ്രതിരോധത്തിലും സിവിലിയൻ ആവശ്യങ്ങൾക്കുമായി തീരദേശ ആഴക്കടൽ ഹൈഡ്രോഗ്രാഫിക് നിരീക്ഷണങ്ങൾ നടത്തുന്നതിനും സമുദ്രശാസ്ത്രപരവും ഭൂമിശാസ്ത്രപരവുമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾസ് ഉൾപ്പെടെയുള്ള നൂതന നിരീക്ഷണ സംവിധാനങ്ങൾ ഈ കപ്പലിലുണ്ട്. INS അഗ്രേ സമുദ്രത്തിലടിയിലെ ഭീഷണികൾ കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. ഭാരം കുറഞ്ഞ ടോർപിഡോകൾ, തദ്ദേശീയ റോക്കറ്റ് ലോഞ്ചറുകൾ, ആഴം കുറഞ്ഞ ജല സോണാർ സംവിധാനങ്ങൾ എന്നിവ ഇതിൽ സജ്ജീകരിച്ചിട്ടുമുണ്ട്. നാവികസേനയുടെ യുദ്ധസന്നദ്ധത, സമുദ്ര നിരീക്ഷണം, ഹൈഡ്രോഗ്രാഫിക് ശേഷി എന്നിവ വർദ്ധിപ്പിക്കാൻ ഈ 3 അത്യാധുനിക കപ്പലുകളുടെ വരവോട് സാധിക്കുമെന്നാണ് കരുതുന്നത്. പ്രതിരോധ ഉൽപാദന മേഖലയിലെ ആത്മനിർഭർ ഭാരത് എന്ന കാഴ്ചപ്പാടിന് ഇത് കൂടുതൽ കരുത്തു പകരുന്നു. തന്ത്രപ്രധാനമായ ഇന്ത്യൻ സമുദ്ര മേഖലകളിൽ കൂടുതൽ ശക്തവും കാര്യക്ഷമവും സ്വയപര്യാപ്തവുമായ ഒരു നാവികസേനയെ കെട്ടിപ്പടുക്കുന്നതിൽ ഈ സംഭാവന ഏറെ നിർണായകവുമാണ്. അതുമാത്രമല്ല, ഇന്ത്യൻ നാവികസേന പുതിയ ജാമിംഗ് സംവിധാനം വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ആധുനിക യുദ്ധങ്ങളിൽ മിസൈലുകളും ഡ്രോണുകളും ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് ബഹിരാകാശത്ത് പ്രവർത്തിക്കുന്ന ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകളുടെ സഹായത്തോടെയാണ്. ഈ സാഹചര്യത്തിൽ ശത്രുരാജ്യത്തിന്റെ ഉപഗ്രഹ സിഗ്നലുകളെ തടസ്സപ്പെടുത്താൻ കഴിഞ്ഞാൽ അവരുടെ ആക്രമണശേഷിയെ ഗണ്യമായി കുറയ്ക്കാനാകും. ഈ ലക്ഷ്യത്തോടെയാണ് ജാമിംഗ് സംവിധാനം വികസിപ്പിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ 20 യുദ്ധക്കപ്പലുകളിൽ സ്ഥാപിക്കുന്നതിനായി അത്യാധുനിക ജാമിംഗ് സംവിധാനം വികസിപ്പിക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം 449 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകി. ബംഗളൂരു ആസ്ഥാനമായുള്ള അക്കോർഡ് സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡും പ്രതിരോധ മന്ത്രാലയവും ഇതിനായി കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അടുത്തിടെ പാകിസ്ഥാൻ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചതായും ഇന്ത്യയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ അവയ്ക്ക് കഴിയുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ പുതിയ നീക്കം എന്നത് ശ്രദ്ധ നേടുകയാണ്. തദ്ദേശീയ ജാമിംഗ് സംവിധാനമാണ് വികസിപ്പിക്കുന്നത്. ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം സിഗ്നലുകളെ തടസ്സപ്പെടുത്തുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യാൻ ഈ സംവിധാനത്തിന് കഴിയും. ലോകത്തിന്റെ ഏതു ഭാഗത്തും കൃത്യമായ സ്ഥാനനിർണ്ണയം നടത്താൻ സഹായിക്കുന്ന സംവിധാനമാണിത്. മിസൈലുകൾക്കും ഡ്രോണുകൾക്കും ലക്ഷ്യസ്ഥാനങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് ഇതുവഴിയാണ്. ഇന്ത്യ വികസിപ്പിക്കുന്ന പുതിയ ജാമിംഗ് സംവിധാനം ശത്രു ഉപഗ്രഹങ്ങൾക്ക് തെറ്റായ വിവരങ്ങൾ കൈമാറുന്നതിലൂടെ അവയുടെ പ്രവർത്തനം വഴിതെറ്റിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതോടെ ഉപഗ്രഹങ്ങളുടെ നിർദ്ദേശങ്ങൾ ആശ്രയിക്കുന്ന മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്താതെ തെറ്റായ ദിശയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇന്ത്യൻ യുദ്ധക്കപ്പലുകളുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ ശത്രു രാജ്യങ്ങളുടെ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനും ഈ സാങ്കേതിക വിദ്യ സഹായിക്കും. ഭാവിയിലെ ഇലക്ട്രോണിക് യുദ്ധങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന നിർണായക ചുവടുവെപ്പായാണ് ഈ പദ്ധതിയെ പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.